യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയമക്കളെ, നിങ്ങൾക്ക് ദൈവത്തിൽ സമാധാനം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, വിശുദ്ധ ജീവിതത്തിൽ ഏറ്റവും അധികമായിട്ട് നമ്മൾ നടത്തുന്ന വലിയൊരു പോരാട്ടമാണ് നമ്മുടെ ബലഹീനതകളുമായിട്ടുള്ളൊരു പോരാട്ടം. യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ആത്മാവിൽ വിശുദ്ധിയുള്ളവരായിരിക്കുക, അനുതാപവും വിശുദ്ധിയുള്ളവരായിരിക്കുക. എളിമ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആത്മാവിൽ എളിമയും അനുതാപവും ഒക്കെ ഉണ്ടെങ്കിലാണ് ദൈവം നമ്മുടെ കാര്യങ്ങളിൽ കൂടെ ഉണ്ടാവത്തുള്ളൂ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയമക്കളെ, നിങ്ങൾ ഏതെങ്കിലും ബലഹീനതയിലും പാപത്തിലും പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നൊരു തീരുമാനം എടുക്കുകയാണ്, ഈ നിമിഷം തീരുമാനം എടുക്കുകയാണ്, എനിക്കിന്ന് തന്നെ ഇതിൽ നിന്നൊരു മോചനം ലഭിക്കാനും ഞാൻ എൻ്റെ കർത്താവിനെ മാത്രം തേടുകയുള്ളൂ, അവിടുത്തെ മാത്രമേ ഞാൻ കേൾക്കുകയുള്ളൂ, അന്വേഷിക്കത്തുള്ളൂ തീരുമാനം എടുക്കുന്ന സെക്കൻഡിൽ തന്നെ പിശാച് നിങ്ങളുടെ ആത്മാവിന് വേണ്ടി യുദ്ധം തുടങ്ങും. പലരും അനുഭവിച്ചിട്ടുണ്ടാവണം. ഒരുപക്ഷെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഏറ്റവും അധികമായിട്ട് നിരന്തരം നല്ല ഭക്ഷണത്തിനോട് ഭയങ്കരമായിട്ടൊരു ആകർഷണമുള്ളൊരു വ്യക്തി, അല്ലെങ്കിൽ സീരിയൽ സിനിമയ്ക്കൊക്കെ അഡിക്ഷൻ, അല്ലെങ്കിൽ മദ്യത്തിന് മറ്റ് പാപങ്ങൾക്കൊക്കെ അടിമപ്പെട്ട ഒരാളാണെങ്കിൽ പൂർണ്ണമായ തീരുമാനം എടുക്കുകയാണ്, ഇനി ഞാൻ ഇങ്ങനെ ചെയ്യില്ല. നിങ്ങൾക്കറിയാമോ, നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുത്താലും പിന്നെയും നമ്മുടെ ശരീരം അതിനു വേണ്ടി ദാഹിച്ചുകൊണ്ടിരിക്കും. അവിടെയാണ് അവൻ നമ്മളെ പ്രലോഭിപ്പിക്കുന്നത്. ജീവിതത്തിൽ പലപ്പോഴായിട്ടും ചില വ്യക്തികൾ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരാൻ തുടങ്ങും. പല മേഖലകളിലും നമ്മളെ കളിയാക്കും. ഇത്രയും കാലം നീ ഇങ്ങനെ ജീവിച്ചിട്ട്, അല്ലെങ്കിൽ നീ സിനിമ കണ്ടു, സീരിയൽ കണ്ടിട്ട് നീ ഇതിനു വേണ്ടി നീ ഇതൊക്കെ മാറ്റി വെച്ചല്ലോ, എന്തിനാ, ഇതുകൊണ്ട് നിനക്ക് എന്താ പ്രയോജനം, നീ വീണ്ടും വാ, നീ വീണ്ടും വാ എന്നും വിളിച്ചുകൊണ്ട് നമ്മളെ താഴ്ത്തിക്കെട്ടി, നമ്മളെ മനസ്സ് മാറ്റുന്ന രീതിയിൽ നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് നമ്മളെ കുറ്റപ്പെടുത്തി, അതൊക്കെ കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അലിഞ്ഞു പോകുന്ന മനുഷ്യരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെടുത്ത തീരുമാനം തെറ്റാകുന്നു എന്നുള്ളത് മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാനായിട്ട്. നമ്മൾ സദാ ജാഗരൂകരായിട്ട് പ്രിയമക്കളെ, നമ്മളെപ്പോഴും തീരുമാനം എടുക്കണം. ഞാൻ എൻ്റെ ഒരു ജീവിതത്തിൽ ഇന്നൊരു വലിയൊരു പോരാട്ടത്തിലാണ്, ശരിക്കും ഒരു പോരാട്ടത്തിൽ തോറ്റു കൊടുക്കത്തില്ല എന്ന വാശിയോട് കൂടി തന്നെയാണ് ഇന്ന് ഞാൻ ഒരു പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് നമ്മൾ തീരുമാനമെടുക്കുന്നുവോ അന്ന് നമ്മുടെ ലൈഫിൽ അവൻ പ്രവർത്തിച്ചു തുടങ്ങും. അതുകൊണ്ട് പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ഏറ്റവും അധികമായിട്ട് വിശുദ്ധി പ്രാപിക്കാനായിട്ട് സാധിക്കുമെന്നത് ഓർക്കുക. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക, പ്രാർത്ഥിക്കുക.